ജന്മിത്തവും കൊടിയ പീഡകളും അടിമജീവിതവും ജാതിവെറിയും മൃഗതുല്യമായ നരകജീവിതവും നയിച്ചിരുന്ന ആലപ്പുഴയിലെ നിർധനരായ കർഷക തൊഴിലാളികളെയും സാധാരണ മനുഷ്യരെയും ചെങ്കൊടിത്തണലിൽ അണിനിരത്തി അവകാശബോധമുള്ളവരും ആത്മാഭിമാനം നിറഞ്ഞവരുമായ മനുഷ്യരായി മാറ്റിയെടുക്കാൻ മുന്നിൽ നിന്ന് പട നയിച്ച പോരാളിയുടെ പേരാണ് സഖാവ് VS. ജന്മിത്തമ്പുരാക്കന്മാരുടെയും ഭൂവുടമകളുടെയും മുന്നിൽ മുട്ടുമടക്കാത്ത ആ പ്രക്ഷോഭകാരിയുടെ പേരാണ് പിന്നീടുള്ള കേരളത്തിൻ്റെ തുടർ ചരിത്രം. ഈ കേരളനാട് ഒന്നടങ്കം ഏറ്റുപറഞ്ഞ പോരാട്ടത്തിൻ്റെ പദമായി മാറുകയായിരുന്നു VS എന്ന രണ്ടക്ഷരം. ഊർജത്തിൻ്റെയും ജനപക്ഷ നിലപാടുകളുടെയും ആദർശധീര രാഷ്ട്രീയ പാതയുടെ പേരായിരുന്നു സഖാവ് VS. ആലപ്പുഴയിലെ അമ്പലപ്പുഴ താലൂക്കിലെ പുന്നപ്രയിൽ ശങ്കരൻ്റെയും അക്കമ്മയുടെയും മകനായി 1923 ഒക്ടോബർ 20 വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ ജനിച്ചു. പുന്നപ്രയിലെ ശ്രീനാരായണീയനായിരുന്ന അച്ഛൻ ശങ്കരൻ വെന്തലത്തറയിലെ ബ്രാഹ്മണ ജന്മിമാരുടെ 300-ാം പാടം പാട്ടത്തിനെടുത്ത് അതിൽ വീടൊരുക്കി കുടുംബം പോറ്റി. പുന്നപ്രയിലെ സ്കൂൾ ജീവിതകാലം ജാതിയുടെ തീവട്ടിക്കാലമായിരുന്നു. സവർണ കുട്ടികളുടെ തല്ല് പ്രതിരോധിക്കാൻ അച്ഛൻ അരയിൽ കെട്ടിവിട്ടിരുന്ന തടിച്ച അരഞ്ഞാണമായിരുന്നു അച്യുതാനന്ദൻ എന്ന കുട്ടിയുടെ ആദ്യ പ്രതിരോധായുധം. രോഗബാധയാൽ രക്ഷിതാക്കളെ ബാല്യകാലത്തു തന്നെ നഷ്ടപ്പെട്ട VSന് രക്ഷകനായത് ജ്യേഷ്ഠനായിരുന്നു. യാതനകൾക്ക് നടുവിലായതിനാൽ സ്കൂളിലെ പഠിപ്പ് തുടർന്നില്ല. ജ്യേഷ്ഠന്റെ തുന്നൽക്കടയിൽ സഹായിയായി ഒപ്പം കൂടി. ആസ്പിൻവാൾ കമ്പനിയിലെ ജോലിക്കിടയിൽ രണ്ടാം ലോക മഹായുദ്ധ പശ്ചാത്തലത്തിന്റെ ഭാഗമായി പട്ടാളത്തിന് ആവശ്യമായ കൂടാരം തച്ചുണ്ടാക്കുന്ന പണിയെടുക്കേണ്ടി വന്നു കൗമാരക്കാരനായ VSന്. ആസ്പിൻവാൾ കമ്പനിയിലെ ജോലിക്കിടയിൽ തൊഴിലാളികളുടെ കഠിനമായ കഷ്ടപ്പാടുകൾ നേരിട്ട് മനസ്സിലാക്കി അതിനെതിരെ പ്രതിഷേധിക്കാൻ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിന് സ്വന്തം തീരുമാനത്തോടെ VS മുൻപന്തിയിലേക്ക് വന്നു. 1940 തൻ്റെ 17-ാമത്തെ വയസ്സിൽ ആലപ്പുഴയിലെ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായിരുന്ന സൈമൺ ആശാനിൽ നിന്നും ചെങ്കൊടി പ്രസ്ഥാനത്തിൻ്റെ അംഗത്വം സ്വീകരിച്ചു. നിർധനരായ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവകാശബോധമുള്ള മനുഷ്യരാക്കി മാറ്റുന്നതിന് പട നയിക്കാൻ സഖാക്കളുടെ സഖാവായ P. കൃഷ്ണപിള്ള തിരഞ്ഞെടുത്തത് സഖാവ് VSനെ ആയിരുന്നു. ചെറുകാലി വരമ്പത്ത് തൊഴിലാളികളെ സംഘടിപ്പിച്ച് VS തൻ്റെ ദൗത്യം ആരംഭിച്ചു. അർഹമായ കൂലി ചോദിച്ചു വാങ്ങാൻ തൊഴിലാളികളെ പ്രാപ്തരാക്കി മാറ്റി. ഇതിൻ്റെ തുടർച്ചയെന്നോണം വിവിധ ഇടങ്ങളിൽ പലവിധ തൊഴിലെടുക്കുന്നവരെ അതാതിടങ്ങളിൽ സംഘടിപ്പിച്ച് കരുത്തരാക്കാൻ ചെങ്കൊടിയേന്തി ഓടി നടന്നു. തൊഴിലാളികൾക്കൊപ്പം പകലന്തിയോളം സഞ്ചരിച്ചും പ്രതിസന്ധികളിൽ ഇടപെട്ടും ആഹാരം പോലും ഉപേക്ഷിച്ചും കുടിലുകളിൽ അന്തിയുറങ്ങിയും ചെങ്കൊടി കൂടുതൽ കരുത്തോടെ ഉയർത്തിക്കെട്ടാൻ അഹോരാത്രം പ്രയത്നിച്ചു. പുന്നപ്ര വയലാർ സമരകാലത്ത് കളർകോട് ക്യാമ്പിന്റെ ചുമതല വഹിച്ച VS പ്രക്ഷോഭശേഷം ഒളിവിൽ കഴിഞ്ഞത് പൂഞ്ഞാറിൽ ഒരു കർഷക കുടുംബത്തിലായിരുന്നു. ഒളിവിലിരിക്കെ പിന്നീട് അറസ്റ്റ് ചെയ്യപ്പെട്ടു. തടവറയിൽ ഇരുണ്ട മർദ്ദനങ്ങളും കൊടിയ പീഡനങ്ങളും ഏറ്റുവാങ്ങി മൃതപ്രായനായ VSനെ ചാക്കിൽ കെട്ടി ഉപേക്ഷിക്കാൻ പോലീസ് അധികാരികൾ ചിലരെ ചുമതലപ്പെടുത്തിയെന്നും ജീവന്റെ ഞരക്കം തിരിച്ചറിഞ്ഞ് അവർ പോലീസിന്റെ കണ്ണുവെട്ടിച്ച രക്ഷപ്പെടുത്തി ചികിത്സ നൽകി പരിചരിച്ച് ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നതും പിൽക്കാല ചരിത്രം. കാലിൽ തോക്കിൻ പാത്തിയേൽപ്പിച്ച പാടും ബയണറ്റ് മുന കുത്തിയിറക്കിയ ആഴമേറിയ പാടും ഇന്നും മായാതെ കിടപ്പുണ്ട് ചരിത്രമായി. ഇടുക്കിയിലെ മലനിരകളിലും ചെങ്കൊടി ഉയർത്തിക്കെട്ടാൻ പാർട്ടി നിയോഗിച്ചത് സഖാവ് VSനെ ആയിരുന്നു. 1964
CPIയുടെ ദേശീയ കൗൺസിലിൽ നിന്നിറങ്ങി വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന യുഗപ്പിറവിക്ക് നാന്ദി കുറിക്കാൻ VS എന്ന നിലപാടുകാരൻ്റെ ചങ്കുറപ്പുണ്ടായിരുന്നു. ആ 32 പേരും ഇന്ന് ഓർമ്മകളായി മാറിയിരിക്കുന്നു. P. കൃഷ്ണപിള്ളയെ കണ്ടും കേട്ടും വളർന്ന കമ്മ്യൂണിസ്റ്റിന് മനുഷ്യരുടെ അവകാശ പോരാട്ടത്തിനു വേണ്ടിയും പ്രകൃതിയുടെ നിലനിൽപ്പിനു വേണ്ടിയും വരും തലമുറയ്ക്കുള്ള കരുതലിനു വേണ്ടിയും വാൾമുന പേറിയ ദൃഢനിശ്ചയമുള്ള നിലപാടുകാരനായി പോരാളിയായി മാറാതിരിക്കാൻ കഴിയുമായിരുന്നില്ല. കേരളത്തിൽ CPMന്റെ ജനകീയ അടിത്തറ വിപുലപ്പെടുത്തുന്നതിൽ സഖാവ് VS വഹിച്ച പങ്ക് ഇന്നലെയുടെയും ഇന്നിൻ്റെയും നാളെയുടെയും ചരിത്രമാണ്. മികച്ച ഭരണാധികാരിയായും പ്രതിപക്ഷ നേതാവായും പ്രക്ഷോഭകാരിയായും നിലപാടുകാരനായും വിപ്ലവ പോരാളിയായും വ്യവഹാരിയായും പുരുഷായുസിലെ തൻ്റെ 85 വർഷങ്ങൾ നാടിന് സമർപ്പിച്ച് VS കടന്നുപോയിരിക്കുന്നു. ജനിച്ചു വളർന്ന മണ്ണും നേതൃത്വം നൽകിയ നഗരവും വിട്ട് ഒടുവിൽ മഹാരഥന്മാർ അന്തിയുറങ്ങുന്ന വലിയ ചുടുകാട്ടിലെ മണൽത്തരികൾ VSനെ ഏറ്റുവാങ്ങി. VS പൂർത്തിയാക്കാൻ ഏൽപ്പിച്ച ബാക്കിയായ ജനകീയ ദൗത്യങ്ങളിലൂടെ ജനപക്ഷ നിലപാടുകളും ആദർശവും ഉയർത്തുവാൻ പ്രതിജ്ഞാബദ്ധരായ ഒരു പിൻതലമുറ ഇന്ന് ഇവിടെ ശക്തമാണ് സഖാവേ, സുശക്തമാണ്. കാലമേൽപ്പിച്ച ദൗത്യങ്ങൾ പൂർത്തിയാക്കി മടങ്ങിയിരിക്കുകയാണ് സഖാവ് VS. കണ്ണും കരളുമായി അണയാത്ത പോരാട്ടമായി സഖാവിൻ്റെ ദീപ്ത സ്മരണകൾ എന്നും ഞങ്ങളിൽ നിലകൊള്ളും. ലാൽ സലാം സഖാവേ, ലാൽ സലാം.